ഗുഡ് മോർണിംഗ്. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന +1 വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന VSEPR തിയറിയാണ്. ആ VSEPR തിയറി ഉപയോഗിച്ചുകൊണ്ട് ഒരു മോളിക്യൂൾ, ദാറ്റ് ഈസ് ലോൺ പെയർ ഇല്ലാത്ത ബോണ്ട് പെയർ മാത്രമുള്ള മോളിക്യൂൾസിന്റെ ജോമെട്രി എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ, അറിയാം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ലോൺ പെയറുകൾ പ്രസന്റ് ആയിരിക്കുന്ന മോളിക്യൂൾസിന്റെ ജോമെട്രി എങ്ങനെ ഐഡന്റിഫൈ. വളരെ സിമ്പിൾ കാര്യമാണ്, ജസ്റ്റ് മനസ്സിലാക്കുക. നമുക്ക് ബേസിക് ആയിട്ടുള്ള 5 ജോമെട്രീസ് അറിയാമെങ്കിൽ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം നോക്കാം. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ AB2E ടൈപ്പ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റവുമായിട്ട് 2 ആറ്റങ്ങൾ ബോണ്ട് ചെയ്തിട്ടുണ്ട്, ഒരു ലോൺ പെയർ ഉണ്ട്. സെൻട്രൽ ആറ്റവുമായിട്ട് 2 ആറ്റങ്ങൾ ബോണ്ട് ചെയ്തിട്ടുണ്ട്, ഒരു ലോൺ പെയർ ഉണ്ട് എങ്കിൽ നിങ്ങൾ വളരെ സിംപ്ലി മനസ്സിലാക്കേണ്ടത്, നമ്മൾ എക്സ്പെക്ടിന് ജോമെട്രി പറയാൻ പറ്റും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ജോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ സിംപ്ലി മനസ്സിലാക്കുക, സെൻട്രൽ ആറ്റം A ആണ്, 2 ആറ്റം ബോണ്ട് ചെയ്തിട്ടുണ്ട്, ഒരു ലോൺ പെയർ, ദാറ്റ് ഈസ് 2 + 1, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തെടുക്കുക. ദാറ്റ് ഈസ് എന്താവും 3, ദാറ്റ് ഈസ് AB3 ടൈപ്പ്. AB3 ടൈപ്പ് ആണെങ്കിൽ ജോമെട്രി എന്തായിരിക്കും പഠിച്ചത് നമ്മൾ, ട്രയഗണൽ പ്ലാനാർ. അതായത് നമ്മുടെ എക്സ്പെക്ട് ചെയ്യുന്ന ജോമെട്രി ട്രയഗണൽ പ്ലാനാർ ആയിരിക്കും. എന്തായിരിക്കും ജോമെട്രി? ട്രൈഗണൽ പ്ലാനാർ ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജോമെട്രി. പക്ഷേ ഇവിടെ ലോൺ പെയർ വരുന്നത് കൊണ്ട് ആ ജോമെട്രിയിൽ ചെറിയ വേരിയേഷൻ വരുമെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. നമ്മൾ എക്സ്പെക്ട് ജോമെട്രി എന്താണ്? ട്രൈഗണൽ പ്ലാനാർ ആണ്. നോക്കുക, സെൻട്രൽ ആറ്റം A ആണ്, 2 ആറ്റങ്ങൾ ബോണ്ട് ചെയ്തിട്ടുണ്ട്, ഒരു ലോൺ പെയർ ഉണ്ട്. ഇതും കൂടെ ചേർത്താൽ ട്രൈഗണൽ പ്ലാനാർ ആയി. പക്ഷെ ജോമെട്രി പറയുമ്പോൾ ഈ ലോൺ പെയർ ഒഴിവാക്കി പറയുക. എന്തായിരിക്കും ജോമെട്രി? ബി ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ് ആയിരിക്കും. മറന്നു പോകരുത്, ബി ഷേപ്പ് അല്ലെങ്കിൽ എന്തായിരിക്കും? ബെൻഡ് ഷേപ്പ് ആയിരിക്കും. ബി ഷേപ്പ് അല്ലെങ്കിൽ എന്തായിരിക്കും ജോമെട്രി? ബെൻഡ് ഷേപ്പ്. ഓർത്ത് വെച്ചേക്കുക. ഇതിന് എക്സാമ്പിൾ പറഞ്ഞാൽ SO2 സെൻട്രൽ ആറ്റം ആരതിനകത്ത്? സൾഫർ. അറിയാലോ, സംശയമില്ല. സൾഫർ എത്ര അറ്റോമിക് നമ്പർ? 16. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 286. ഔട്ടിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഔട്ടറിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോണുകൾ ഉണ്ട്. നമുക്ക് മനസ്സിലായി. എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോണുകൾ ഉണ്ട്. എത്ര ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്? 2 ഓക്സിജൻ. അവിടെ നമ്മൾ കാര്യം പറയണം, ഓക്സിജന്റെ വാലൻസി 2 ആണ്. ഒരു ഓക്സിജന് കമ്പൈൻ ചെയ്യാൻ 2 ഇലക്ട്രോണുകൾ വേണം. വ്യക്തമായി മനസ്സിലാക്കുക. ഓക്സിജന്റെ വാലൻസി 2 ആണ്. ദാറ്റ് ഈസ് ഓക്സിജന്റെ ബാലൻസ് 2 ആണ്. ദാറ്റ് ഈസ് ഒരു ഓക്സിജന് കമ്പൈൻ ചെയ്യാൻ എത്ര ഇലക്ട്രോണുകൾ വേണം? 2 ഇലക്ട്രോണുകൾ. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, അപ്പൊ എത്ര ഇലക്ട്രോൺ വേണ്ടി വരും? 4 ഇലക്ട്രോൺ വേണ്ടി വരും അല്ലേ? സൾഫറിന്റെ ഔട്ടിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോണുകൾ ഉണ്ട്. 2 ഓക്സിജൻ കമ്പൈൻ ചെയ്യുമ്പോൾ 4 ഇലക്ട്രോൺ കൺസ്യൂം ചെയ്തു. ദാറ്റ് ഈസ് ബാക്കി എത്രയുണ്ട്? ഒരു ഇലക്ട്രോൺ പെയർ. ദാറ്റ് ഈസ് 2 ഇലക്ട്രോണുകൾ മിച്ചമുണ്ട്, ഒരു ഇലക്ട്രോൺ പെയർ ഉണ്ട്. ദാറ്റ് ഈസ് AB2E ടൈപ്പ് അല്ലേ? 2 ബോണ്ടുകളല്ലേ ഫോം ചെയ്യുന്നുള്ളൂ. സൾഫർ 2 ഓക്സിജനുമായിട്ട് ബോണ്ട് ചെയ്യുന്നു. ഫോം ചെയ്യുന്നത് ഡബിൾ ബോണ്ട് ആണെന്ന് മാത്രമേ ഉള്ളൂ. സൾഫർ 2 ഓക്സിജനുമായിട്ട് ബോണ്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് സെൻട്രൽ ആറ്റം 2 ആറ്റങ്ങളുമായി ബോണ്ട് ചെയ്തിട്ടുണ്ട്, ഒരു ലോൺ പെയറും ഉണ്ട്. കൺഫ്യൂഷൻ ഉണ്ടോ? കാര്യം മനസ്സിലാക്കുക. സൾഫർ അറ്റോമിക് നമ്പർ 16, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 6, ഔട്ടറിൽ 6 ഇലക്ട്രോൺ, ഒരു ഓക്സിജന് കമ്പൈൻ ചെയ്യാൻ 2 ഇലക്ട്രോൺ, 2 ഓക്സിജന് കമ്പൈൻ ചെയ്യാൻ 4 ഇലക്ട്രോൺ, ബാക്കി മിച്ചം 2 ഇലക്ട്രോൺ. ദാറ്റ് ഈസ് 1 പെയർ. അപ്പോൾ സെൻട്രൽ ആറ്റം 2 ആറ്റങ്ങളുമായി ബോണ്ട് ചെയ്തു, ഒരു ലോൺ പെയർ. ഷേപ്പ് എന്തായിരിക്കും? ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ വി ഷേപ്പ്. നമ്മൾ എക്സ്പെക്ടഡ് ജോമെട്രി എന്താ? ട്രയഗണൽ പ്ലാനാർ. മനസ്സിലാക്കുക, ട്രയഗണൽ പ്ലാനാർ ആണ് വരേണ്ടത്. അവിടെ എവിടെ ലോൺ പെയർ കൊടുക്കണം കൃത്യമായി മനസ്സിലാക്കി വെച്ചേക്കുക. ഈ ടൈപ്പ് ആണ് വരുന്നതെങ്കിൽ ട്രയഗണൽ പ്ലാനാർ മനസ്സിൽ കാണുക, ലോൺ പെയർ കൊടുക്കുക. ബെൻഡ് അല്ലെങ്കിൽ വി ഷേപ്പ്. SO2 ജോമെട്രി ആണെങ്കിൽ വരയ്ക്കാം കേട്ടോ. SO2 ജോമെട്രി കൃത്യമായി വരയ്ക്കാൻ കഴിയുന്നേ ഉള്ളൂ. ഇതാണ് SO2 ജോമെട്രി. ഒരെണ്ണം എന്ത് വരും? ലോൺ പെയർ വരും. സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. ബോണ്ട് ആംഗിളിൽ വേരിയേഷൻ വരും കേട്ടോ. 120 ബോണ്ട് ആംഗിൾ വരില്ല, ഇവിടെ റിപ്പൽഷൻ വരും. ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ വരും, ബോണ്ട് ആംഗിൾ ചെറിയ വേരിയേഷൻ വരും. ദെൻ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ AB2E2 ടൈപ്പ്. എന്താ സാധനം? AB2E2 ടൈപ്പ് എന്ന സാധനം എന്താ? സെൻട്രൽ ആറ്റം 2 ആറ്റങ്ങളുമായി ബോണ്ട് ചെയ്തിട്ടുണ്ട്, 2 ലോൺ പെയറുകളുണ്ട് അല്ലെ? സെൻട്രൽ ആറ്റം 2 ആറ്റങ്ങളുമായി ബോണ്ട് ചെയ്തു, 2 ലോൺ പെയർ. ബേസിക് ജോമെട്രി കണ്ടുപിടിക്കാൻ കഴിയും. നമ്മൾ എക്സ്പെക്ടഡ് ജോമെട്രി. സെൻട്രൽ ആറ്റം എത്ര ആറ്റങ്ങളുമായി ബോണ്ട് ചെയ്തു? 2. എത്ര ലോൺ പെയർ? 2. 2 എത്ര? 4.
അല്ലെ? രണ്ടും കൂടെ ആഡ് ചെയ്തെടുക്കുക. അപ്പൊ എത്ര കിട്ടും? AB4 ടൈപ്പ്. AB4 ടൈപ്പ് എന്താ? ജോമെട്രി എന്താ? AB4 ടൈപ്പ് ആണെന്ന് ജോമെട്രി ടെട്രാഹീഡ്രൽ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജോമെട്രി എന്താണ്? ടെട്രാഹീഡ്രൽ ആണ്. പക്ഷെ ടെട്രാഹീഡ്രൽ വരത്തില്ല, കാരണം രണ്ട് ലോൺ പെയർ. നമ്മൾ എക്സ്പെക്ട് ജോമെട്രി ടെട്രാഹീഡ്രൽ ആണ് കേട്ടോ. പക്ഷെ ടെട്രാഹീഡ്രൽ വരുമോ? ഇല്ല, രണ്ട് ലോൺ പെയർ വരും അല്ലേ? ഞാൻ വേണമെങ്കിൽ വരച്ച് കാണിച്ചാൽ വളരെ സിമ്പിൾ ആണ്. AB2 രണ്ട് ലോൺ പെയർ. ജോമെട്രി എന്ത് തന്നെയാണ്? ലോൺ പെയർ ഒഴിവാക്കി പറയുക. എന്താ ജോമെട്രി? ബെൻഡ് അല്ലെങ്കിൽ വി ഷേപ്പ് തന്നെയാണ്. ബെൻഡ് അല്ലെങ്കിൽ വി ഷേപ്പ് ആണ്. ഓർത്ത് വെച്ചേക്കണം, ബെൻഡ് അല്ലെങ്കിൽ വി ഷേപ്പ്. വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കാൻ കഴിയും. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞാല് നിങ്ങൾക്ക് അറിയുന്ന ഒരു എക്സാമ്പിൾ എഴുതാം. H2O. ആരാ സെൻട്രൽ ആറ്റം? ഓക്സിജൻ ആണ് സെൻട്രൽ ആറ്റം അല്ലേ? അറ്റോമിക് നമ്പർ എത്രയാ? 8. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 6. ഔട്ടിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോണുകൾ ഉണ്ട്. എത്ര ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്തു? 2 ഹൈഡ്രജൻ. ദാറ്റ് ഈസ് 2 ഇലക്ട്രോൺ പോയി, ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ല് 2 പോയാൽ 4. ആ 4 ആവുമ്പോൾ എത്ര പെയർ? 2 പെയർ. അതായത് സെൻട്രൽ ആറ്റം 2 ആറ്റങ്ങളുമായി ബോണ്ട് ചെയ്തു, 2 ഇലക്ട്രോൺ പെയർ. ഇവിടെ സെൻട്രൽ ആറ്റം ഓക്സിജൻ ആയിട്ട് സംശയമില്ലല്ലോ, കാരണം പറഞ്ഞില്ലേ കുറവെണ്ണമുള്ളതാണ് സെൻട്രൽ ആറ്റം. ഓക്സിജനെ സറൗണ്ട് ചെയ്ത് ഹൈഡ്രജൻ വരും. ഓക്സിജൻ ഔട്ടിൽ 6 ഇലക്ട്രോൺ, 2 കമ്പൈൻ ചെയ്തു, മിച്ചം 4. ദാറ്റ് ഈസ് 2 പെയർ അല്ലേ? അപ്പൊ സെൻട്രൽ ആറ്റം 2 ആറ്റങ്ങളുമായി ബോണ്ട് ചെയ്തു, 2 ഇലക്ട്രോൺ പെയർ, 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ജോമെട്രി എന്തായിരിക്കും? ബി ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ് ആയിരിക്കും. ഓർത്തിരിക്കുക, വളരെ സിമ്പിൾ ആയി പഠിച്ചു വയ്ക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വാട്ടറിന്റെ ജോമെട്രി. വാട്ടറിന്റെ ഷേപ്പ് എന്താണ്? ബി ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ് ആണ്. വാട്ടറിനകത്തുള്ള ബോണ്ട് ആംഗിൾ പഠിച്ചു വെച്ചേക്കുക. ടെട്രാഹീഡ്രൽ ആകുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബോണ്ട് ആംഗിൾ എത്രയാ? 109 ഡിഗ്രി 28 മിനിറ്റ്. പക്ഷെ അത് വരത്തില്ല, കാരണം എന്ത് വരുന്നുണ്ട്? റിപ്പൾഷൻ കൂടുതലാണ്. ഇവിടുത്തെ ബോണ്ട് ആംഗിൾ 104.5 ഡിഗ്രി ആണ്. ആ റിപ്പൾഷൻ, അതായത് ലോൺ പെയർ റിപ്പൾഷനും ഇവിടെ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷനും ഉണ്ട്. ആ റിപ്പൾഷൻ വളരെ കൂടുതലാണ്. ബോണ്ട് ആംഗിൾ വേരിയേഷൻ വരും 104.5 ഡിഗ്രി. എക്സ്പെക്ട് ചെയ്യുന്ന ബേസിക് ജോമെട്രി ടെട്രാഹീഡ്രൽ ആണ്. അതുകൊണ്ട് തന്നെ ബോണ്ട് ആംഗിൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എത്രയാ? 180 ഡിഗ്രി 28 മിനിറ്റ്. അത് വരത്തില്ല, റിപ്പൾഷൻ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ AB3E ടൈപ്പ്. പറയാൻ കഴിയുന്നത് വളരെ സിമ്പിളാ. സെൻട്രൽ ആറ്റവുമായി എത്ര ആറ്റങ്ങൾ ബോണ്ട് ചെയ്തു? 3 ആറ്റങ്ങൾ ബോണ്ട് ചെയ്തു, ഒരു ലോൺ പെയർ. നമുക്ക് ബേസിക് ജോമെട്രി പറയാൻ പറ്റും, നമ്മൾ എക്സ്പെക്ടഡ് ജോമെട്രി പറയാൻ പറ്റില്ല. സെൻട്രൽ ആറ്റം 3 ആറ്റം ബോണ്ട് ചെയ്തു, ഒരു ലോൺ പെയർ. 3 + 1 4. ദാറ്റ് ഈസ് AB4 ടൈപ്പ്. AB4 ആവുമ്പോൾ എന്താ ബേസിക് ജോമെട്രി? ടെട്രാഹീഡ്രൽ തന്നെയാണ്. പക്ഷെ ടെട്രാഹീഡ്രൽ വരുമോ? ഇല്ല, കാരണം ഒരു ലോൺ പെയർ വരുന്നുണ്ട് അല്ലേ? ജോമെട്രി നമുക്ക് വരയ്ക്കാം. AB3. ടെട്രാഹീഡ്രൽ ഇവിടെ കൂടുതൽ ടെട്രാഹീഡ്രൽ ആകത്തില്ല അവിടെ, പക്ഷെ അതിന്റെ സാധനം എന്തായിരിക്കും? ലോൺ പെയർ ആ. അപ്പൊ നമ്മൾ ജോമെട്രി പറയുമ്പോൾ ഈ ലോൺ പെയർ ഒഴിവാക്കി പറയുക. കിട്ടുന്ന ജോമെട്രി നേരത്തെ ഞാൻ കാണിച്ചിട്ടില്ല, ടെട്രാഹീഡ്രൽ കാണിച്ചിട്ടില്ലേ? ആ 3 കാലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, മൂന്നാമത്തെ സാധനം ഉണ്ടാകത്തില്ല. അപ്പൊ എന്താ സാധനം? എന്താ? പിരമിഡൽ. വേണമെങ്കിൽ ട്രയഗണൽ പിരമിഡൽ എന്ന് പറയും കേട്ടോ. പിരമിഡൽ ജോമെട്രി എന്താണ്? പിരമിഡൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് AB3E ടൈപ്പിലാണ് വരുന്നു എങ്കിൽ നമ്മൾ ടെട്രാഹീഡ്രൽ ജോമെട്രി ബേസിക് കിട്ടും. പക്ഷെ ലോൺ പെയർ ഏത് പൊസിഷൻ ആണെന്ന് കൃത്യമായി മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഏത് കോമ്പൗണ്ട് ജോമെട്രിയും പറയാൻ കഴിയും. ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പൗണ്ട് ആണ് NH3. സെൻട്രൽ ആറ്റം ആരാ? നൈട്രജൻ. എത്ര ആറ്റോമിക് നമ്പർ? 7. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 5. ഔട്ടിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺ ഉണ്ട്. എത്ര എണ്ണം ബോണ്ട് ചെയ്തു? 3 എണ്ണം. മിച്ചം എത്ര ഉണ്ട്? 2. ദാറ്റ് ഈസ് ഒരു ലോൺ പെയർ. സെൻട്രൽ ആറ്റവുമായി 3 ആറ്റങ്ങൾ ബോണ്ട് ചെയ്തു, ഒരു ലോൺ പെയർ. AB3 ടൈപ്പ് അല്ലേ? ദാറ്റ് ഈസ് പ്രതീക്ഷിച്ച ജോമെട്രി എന്താണ്? ടെട്രാഹീഡ്രൽ ആണ്. പക്ഷെ ലോൺ പെയർ വരുന്നതുകൊണ്ട് എന്ത് വരില്ല? ടെട്രാഹീഡ്രൽ വരത്തില്ല. ടെട്രാഹീഡ്രലിലെ ഒരു ബോണ്ട് എന്തായി പോകും? ലോൺ പെയർ കൊണ്ടുപോകും അല്ലേ? ലോൺ പെയർ ഒഴിവാക്കി ജോമെട്രി പറയുക. ട്രയഗണൽ പിരമിഡൽ എന്നോ പറയണം. NH3 വാട്ടർ പോലെ പ്രധാനപ്പെട്ട കോമ്പൗണ്ട് ആണ്. ഇവിടുത്തെ ബോണ്ട് ആംഗിൾ പഠിച്ചു വെച്ചേക്കുക 107 ഡിഗ്രി. ചിലയിടത്തൊക്കെ 107.5 എന്നും പറയാറുണ്ട്. നിങ്ങൾ NCERT ടെക്സ്റ്റിനകത്ത് 107 എന്നാ പറയുന്നത്. 107 ഡിഗ്രി. നമ്മൾ പ്രതീക്ഷിക്കുന്ന ബോണ്ട് ആംഗിൾ എത്രയാ? ടെട്രാഹീഡ്രലിലെ പ്രതീക്ഷിക്കുന്ന ജോമെട്രി. അപ്പൊ എന്തായിരിക്കണം? 109 ഡിഗ്രി 28 മിനിറ്റ്. അത് വരത്തില്ല, കാരണം റിപ്പൾഷൻ ഉള്ളത് കൊണ്ടാണ്. ക്ലിയർ ആയി പഠിച്ചൂടെ? ദെൻ നാലാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാല് AB3E2 ടൈപ്പ്. സിമ്പിൾ ആയി പറയാം. സെൻട്രൽ ആറ്റവുമായി 3 ആറ്റങ്ങൾ ബോണ്ട് ചെയ്തിട്ടുണ്ട്, 2 ലോൺ പെയർ. സെൻട്രൽ ആറ്റവുമായി 3 ആറ്റങ്ങൾ ബോണ്ട് ചെയ്തിട്ടുണ്ട്, 2 ലോൺ പെയർ. ബേസിക് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ജോമെട്രി പെട്ടെന്ന് പറയാൻ കഴിയും. സെൻട്രൽ ആറ്റവുമായി 3 ആറ്റം ബോണ്ട് ചെയ്തു, 2 ലോൺ പെയർ. 3 + 2 5. AB5. 3 2 5 അല്ലേ? അപ്പൊ AB5 ടൈപ്പ് ആവുമ്പോൾ ബേസിക് ജോമെട്രി എന്താ? ട്രയഗണൽ ബൈ പിരമിഡൽ. പക്ഷെ എന്ത് വരത്തില്ല? ട്രയഗണൽ ബൈ പിരമിഡൽ വരുമോ? വരത്തില്ല, കാരണം എന്താ? 2 ലോൺ പെയർ വരും അല്ലേ?
വരേണ്ട ബേസിക് ജോമെട്രി ട്രയാങ്കിൾ ബൈപിരമിഡൽ ആണ്. പക്ഷെ ലോൺ പെയർ വരുന്നത് കൊണ്ട് ട്രയാങ്കിൾ ബൈപിരമിഡൽ വരില്ല. പക്ഷെ ലോൺ പെയർ എവിടെ കൊടുക്കണം മനസ്സിലാക്കുക. ബേസിക് എന്ത് തന്നെയായിരിക്കും? ട്രയാങ്കിൾ ബൈപിരമിഡൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ട്രയാങ്കിൾ ബൈപിരമിഡൽ വരച്ച് നോക്കാം. എന്നിട്ട് ലോൺ പെയർ എവിടെ കൊടുക്കണം മാത്രം ചിന്തിച്ചാൽ മതി. സെൻട്രൽ ആറ്റം എ ആണ്. എ ബി 2 മനസ്സിലാക്കുക. ഈ രണ്ട് പൊസിഷൻ എന്ത് കൊടുക്കുക? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ കൊടുക്കുക. അപ്പൊ ലോൺ പെയർ ഒഴിവാക്കി ജോമെട്രി എന്തായിരിക്കും ഷേപ്പ്? ടി ഷേപ്പ് ആയിരിക്കും. കണ്ടില്ലേ? ടി പോലെ തോന്നുന്നില്ലേ? ഇതായിരിക്കും ടി ഷേപ്പ് ആയി തോന്നുന്നില്ലേ? അപ്പൊ നമ്മള് ട്രയാഗണൽ ബൈപിരമിഡൽ ബേസിക് ജോമെട്രി വരണം. രണ്ട് ലോൺ പെയർ വരികയാണെങ്കിൽ ലോൺ പെയറിന്റെ പൊസിഷൻ മാത്രം മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഏത് കോംപ്ലക്സും ജോമെട്രി മനസ്സിലാക്കാൻ സാധിക്കും. ടി ഷേപ്പ് ആണ്. മനസ്സിലായി? ബേസിക് ജോമെട്രി പറയുക, അത് ലോൺ പെയർ എവിടെ കൊടുക്കണമെന്ന് മനസ്സിലാക്കി വെക്കുക. ടി ഷേപ്പ് ആണ്. എന്താ ഷേപ്പ്? ടി ഷേപ്പ്. ഇതിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ClF3 സെൻട്രൽ ആറ്റം ആരാ? ക്ലോറിൻ ആണ്. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287 ആണ്. ഔട്ടിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഇലക്ട്രോൺ ഉണ്ട്. അതിൽ 3 എണ്ണം കമ്പൈൻ ചെയ്തു. ബാക്കി മിച്ചം എത്ര? 4. ദാറ്റ് ഈസ് 2 പെയർ. സെൻട്രൽ ആറ്റവുമായി 3 ആറ്റങ്ങൾ ബോണ്ട് ചെയ്തിട്ടുണ്ട്. 2 ലോൺ പെയർ. ദാറ്റ് ഈസ് AB3E2 ടൈപ്പ് തന്നെയല്ലേ? ജോമെട്രി എന്തായിരിക്കും? ബേസിക് ജോമെട്രി ട്രയാഗണൽ ബൈപിരമിഡൽ ആണ്. ലോൺ പെയർ ഇവിടെ കൊടുക്കണമെന്ന് മാത്രം മനസ്സിലാക്കുക. ബേസിക് ജോമെട്രി എന്താണ്? ട്രയാഗണൽ ബൈപിരമിഡൽ. ClF3 അല്ലേ? സെൻട്രൽ ആറ്റം ക്ലോറിൻ ആണ്. ലോൺ പെയർ കൊടുക്കേണ്ട പൊസിഷൻ മനസ്സിലാക്കി വെച്ചാൽ ബാക്കി വളരെ സിമ്പിൾ ആണ്. കണ്ടില്ലേ? ClF3 വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കാൻ കഴിയും. ടി ഷേപ്പ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് AB4E ടൈപ്പ്. അടുത്ത ടൈപ്പ് ഏതാണ്? AB4E ടൈപ്പ്. വളരെ സിംപ്ലി മനസ്സിലാക്കുക. നിങ്ങൾക്ക് കൃത്യമായി പറയാൻ കഴിയും അല്ലേ? സെൻട്രൽ ആറ്റവുമായി 4 ആറ്റങ്ങൾ ബോണ്ട് ചെയ്തു, ഒരു ലോൺ പെയർ അല്ലേ? ബേസിക് ജോമെട്രി പറയാൻ കഴിയും. സെൻട്രൽ ആറ്റവുമായി 4 ആറ്റങ്ങൾ ബോണ്ട് ചെയ്തു, ഒരു ലോൺ പെയർ. 4 + 1 5. AB5 ടൈപ്പ്. എന്താ ബേസിക് ജോമെട്രി? പെന്റഗണൽ ബൈപിരമിഡൽ അല്ലേ? പക്ഷേ പെന്റഗണൽ ബൈപിരമിഡൽ വരുമോ? വരത്തില്ല. കാരണം എന്താ? ഒരു ലോൺ പെയർ വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ ജോമെട്രി ഞാൻ വരച്ച് കാണിച്ചു തരാം. ബേസിക് ജോമെട്രി എന്താണ്? പെന്റഗണൽ ബൈപിരമിഡൽ തന്നെയാണ്. സെൻട്രൽ ആറ്റം A, B4 വരണ്ടേ? B ലോൺ പെയർ വരുന്ന പൊസിഷൻ മനസ്സിലാക്കുക. ഈ ജോമെട്രി വളരെ പ്രധാനപ്പെട്ടതാണ്. ജോമെട്രിക്ക് പറഞ്ഞ പേര് സീസോ. വളരെ ഇമ്പോർട്ടന്റ് ജോമെട്രിയാണ് സീസോ. ഓർത്ത് വെച്ചേക്കുക. അതായത് AB4E ടൈപ്പ് ആണ്. ബേസിക് ജോമെട്രി വരേണ്ടത് AB5 ടൈപ്പ് പോലെ ആയതുകൊണ്ട് പെന്റഗണൽ ബൈപിരമിഡൽ. ഒരു ലോൺ പെയർ ഉണ്ട്. ആ ഒരു ലോൺ പെയറിന്റെ പൊസിഷൻ മനസ്സിലാക്കിയ ബാക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജോമെട്രി എന്താണ്? സീസോ. സാധനം സീസോ. സീസോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. പാർക്കിലൊക്കെ കാണുന്ന സാധനമാണ്. സീസോ പോലെ നേരെ നിവർത്തി വെച്ച് നോക്കിയാൽ മതി. സീസോ പോലെ കാണാൻ പറ്റും അല്ലേ? ഞാൻ വരച്ച് കാണിച്ചു തരാം. സീസോ പോലെ നിങ്ങൾ കാണുന്നത് കാണിച്ചു തരാം. ഞാൻ വരച്ചിട്ടുണ്ട്. അതിനെ നിവർത്തി വെച്ചതാണ്. മനസ്സിലായല്ലേ? സീസോ പോലെ ഇരിക്കുന്നത്. ഇങ്ങനെ ചരിച്ചു വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലേ? ഇവിടെ എന്ത് വരും? ലോൺ പെയർ വരും. ആ ലോൺ പെയർ നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താ സാധനം? സീസോ പോലെ ഇരിക്കുക. കണക്കേണ്ട കാര്യമില്ല. ഇതാണ് ബേസിക് ജോമെട്രി. ഓർത്ത് വെച്ചേക്കണം. ഇതിന് എക്സാമ്പിൾ പറഞ്ഞാല് SF4 വളരെ പ്രധാനപ്പെട്ടതാണ്. SF4 സെൻട്രൽ ആറ്റം ആരാ? സൾഫർ. എത്ര അറ്റോമിക് നമ്പർ? 16. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 286. ഔട്ടിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോണുകൾ ഉണ്ട്. എത്ര ഫ്ലൂറിനായിട്ട് കമ്പൈൻ ചെയ്തു? 4 ഫ്ലൂറിനായിട്ട് കമ്പൈൻ ചെയ്ത് 4 ഫ്ലൂറിനായിട്ട് കമ്പൈൻ ചെയ്തു. ദാറ്റ് ഈസ് ബാക്കി എത്ര മിച്ചമുണ്ട് ഇവിടെ? 2. ദാറ്റ് ഈസ് ഒരു ലോൺ പെയർ. അതായത് സെൻട്രൽ ആറ്റം 4 ആറ്റങ്ങളുമായി ബോണ്ട് ചെയ്തു, ഒരു ലോൺ പെയർ. ജോമെട്രി എന്താണ്? ബേസിക് ജോമെട്രി AB5 ടൈപ്പ് പോലെ അതുകൊണ്ട് പെന്റഗണൽ ബൈപിരമിഡൽ. പക്ഷേ ഒരു ലോൺ പെയർ വരുന്നത് കൊണ്ട് നമുക്ക് എന്താണ്? ജോമെട്രി ചെറിയ വ്യത്യാസം വരും. സെൻട്രൽ ആറ്റം സൾഫർ, ഇവിടെ ലോൺ പെയർ കൊടുക്കുക. ജോമെട്രി എന്താണ്? സീസോ. വളരെ കൃത്യം മനസ്സിലാക്കുക. ഏത് കോംപ്ലക്സ് നമുക്ക് ചെയ്യാൻ പറ്റും? ഏത് കോമ്പൗണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും? നല്ല സിമ്പിൾ. ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. സെൻട്രൽ ആറ്റം എടുക്കുക, ലോൺ പെയറിനെ കൗണ്ട് ചെയ്യുക, ലോൺ പെയർ കൂടെ കമ്പനി നടത്തുന്നത് കൂട്ടിയിട്ട് ബേസിക് ജോമെട്രി എടുക്കുക, എന്നിട്ട് ലോൺ പെയറിന്റെ പൊസിഷൻ മനസ്സിലാക്കി വെച്ചേക്കുക. സിമ്പിൾ ആയി നമുക്ക് പറയാൻ കഴിയുന്നതേ ഉള്ളൂ. അടുത്തൊരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB4E2. AB4E2 പറയാൻ കഴിയുന്നേ ഉള്ളൂ. സെൻട്രൽ ആറ്റവുമായി 4 ആറ്റങ്ങൾ ബോണ്ട് ചെയ്തിട്ടുണ്ട്, 2 ലോൺ പെയർ. ബേസിക് ജോമെട്രി പറയാൻ കഴിയും അല്ലേ? സെൻട്രൽ ആറ്റവുമായി 4 ആറ്റം, 2 ലോൺ പെയർ. 4 × 2 6. That is AB6 ടൈപ്പ് അല്ലേ? ഇപ്പൊ ജോമെട്രി ബേസിക് എന്താണ്? നമ്മൾ പ്രതീക്ഷിക്കുന്ന ജോമെട്രി എന്താണ്? ഒക്ടാഹീഡ്രൽ ആണ്. പക്ഷെ എത്ര ലോൺ പെയർ വരുന്നുണ്ട്? 2 ലോൺ പെയർ വരുന്നത് കൊണ്ട് ജോമെട്രി ചെറിയ വേരിയേഷൻ വരും. നമുക്ക് നോക്കാം. ഒക്ടാഹീഡ്രൽ ആണ് പ്രതീക്ഷിച്ച ജോമെട്രി അല്ലേ? നമുക്ക് എന്ത് വരയ്ക്കാം? ഒക്ടാഹീഡ്രൽ ആദ്യം വരയ്ക്കാം. സെൻട്രൽ ആറ്റം A, B4 അല്ലേ? 2 ലോൺ പെയറും വരുന്നുണ്ട്.
ജോമെട്രി പറയുമ്പോൾ ലോൺ പെയർ ഒഴിവാക്കി എന്ന് പറയുക. ലോൺ പെയറിന്റെ പൊസിഷൻ ആണ് പഠിച്ചു വെക്കേണ്ടത്. സ്ക്വയർ പ്ലാനാർ. ജോമെട്രി എന്താണ്? സ്ക്വയർ പ്ലൈനാർ. എന്ത് വരത്തില്ല? ബൈപിരമിഡ് വരത്തില്ല. ഒക്ടാഹിഡ്രൽ അല്ലെങ്കിൽ പറയുന്ന പേരെന്താ? സ്ക്വയർ ബൈപിരമിഡ് അല്ല. ആ സ്ക്വയറിലെ ബൈപിരമിഡ് ഒഴിവാക്കി ബാക്കി പറഞ്ഞത് സ്ക്വയർ പ്ലാനാർ. ഇതിന് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന മോളിക്യൂൾ ആണ് HCF4. സെൻട്രൽ ആറ്റം ആരാ? സെനോൺ. അറ്റോം നമ്പർ അറിയേണ്ട കാര്യമില്ലല്ലോ. സെനോൺ ഔട്ടിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാകും? സെനോൺ നോബിൾ ഗ്യാസ് ആണ്. 18ാമത്തെ ഗ്രൂപ്പ് എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഔട്ടിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാകും? 8 ഇലക്ട്രോണുകൾ ഉണ്ടാകും അല്ലേ? എത്ര ഫ്ലൂറിനായിട്ട് കമ്പൈൻ ചെയ്തു? 4 ഫ്ലൂറിൻ. ബാക്കി എത്ര മിച്ചം? 4 എണ്ണം കമ്പൈൻ ചെയ്തു, ബാക്കി 4 എണ്ണം. ദാറ്റ് ഈസ് 2 പെയർ അല്ലേ? ദാറ്റ് ഈസ് സെൻട്രൽ ആറ്റം 4 ആറ്റങ്ങളുമായി കമ്പൈൻ ചെയ്തിട്ടുണ്ട്, 2 ലോൺ പെയർ. ദാറ്റ് ഈസ് സെൻട്രൽ ആറ്റം 4 ആറ്റങ്ങളുമായി കമ്പൈൻ ചെയ്തിട്ടുണ്ട്, 2 ലോൺ പെയർ. ദാറ്റ് ഈസ് AB6 ടൈപ്പിലേക്ക് തന്നെയാണ് പോകുന്നത്. ബേസിക് ജോമെട്രി സ്ക്വയർ ബൈപിരമിഡൽ ആണ്. പക്ഷെ 2 ലോൺ പെയർ വരുന്നതുകൊണ്ട് ജോമെട്രി എന്തായി മാറും? സ്ക്വയർ പ്ലാനാർ. വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കുക. HCF4 2 ലോൺ പെയർ അല്ലേ? ലോൺ പെയർ ഒഴിവാക്കി ജോമെട്രി പറയും. സിമ്പിൾ ആയിട്ട് ഓർക്കാൻ കഴിയുമല്ലോ. ഇനി ലോൺ പെയർ വരുന്ന കോമ്പൗണ്ടിനകത്ത് ഒരെണ്ണം കൂടെ പഠിക്കാൻ നമുക്ക്. AB5E ടൈപ്പ് അല്ലേ? സിംപ്ലി നമുക്ക് എല്ലാം അറിയാം. സെൻട്രൽ ആറ്റം ആരാണ്? A. എത്ര ആറ്റങ്ങൾ ബോണ്ട് ചെയ്തിട്ടുണ്ട്? 5 ആറ്റങ്ങളുമായി ബോണ്ട് ചെയ്തിട്ടുണ്ട്. എത്ര ലോൺ പെയർ? 1 ലോൺ പെയർ. 5 + 1 6 അല്ലേ? ദാറ്റ് ഈസ് AB6 ടൈപ്പ് ജോമെട്രി. ബേസിക് ജോമെട്രി നമ്മൾ പ്രതീക്ഷിച്ച ജോമെട്രി എന്ത് തന്നെയാണ്? ഒക്ടാഹിഡ്രൽ തന്നെയാണ്. പക്ഷേ ബേസിക് ജോമെട്രി ഒക്ടാഹിഡ്രൽ ആണ്. ഒക്ടാഹിഡ്രൽ വരത്തില്ല. കാരണം എന്ത് വരുന്നുണ്ട്? 1 ലോൺ പെയർ വരുന്നുണ്ട് അല്ലേ? അപ്പൊ ജോമെട്രി എന്തായിരിക്കും? ഇപ്പൊ നോക്കാം. ഒക്ടാഹിഡ്രൽ ആദ്യം വരയ്ക്കുക. സെൻട്രൽ ആറ്റം A, B5 വരണം അല്ലേ? അപ്പം B4 ആയി, B5 ആയി, ഒരെണ്ണം എന്താ? ലോൺ പെയർ. സിമ്പിൾ ആയിട്ട് ഓർത്തൂടെ? ഇപ്പൊ ജോമെട്രി എന്താ? സ്ക്വയർ പിരമിഡൽ. സ്ക്വയർ എന്താ? പിരമിഡൽ. രണ്ടെണ്ണം വന്നാ ബൈപിരമിഡൽ പറയും. ഇതിനെ ഒഴിവാക്കും എന്തായി? സ്ക്വയർ പിരമിഡൽ. നല്ല സിമ്പിൾ ആയിട്ട് ഓർത്തൂടെ? ഇതിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് PrF5. സെൻട്രൽ ആറ്റം ആരാ? ബ്രോമിൻ. അറ്റോം നമ്പർ അറിയേണ്ട കാര്യമില്ല. ബ്രോമിൻ അല്ലേ? ഹാലജൻ ആണ്. 17ാമത്തെ ഗ്രൂപ്പ് അല്ലേ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഔട്ടർ മോസ്റ്റ് എത്ര ഉണ്ടാവും? 7 ഇലക്ട്രോണുകൾ ഉണ്ടാകും. 5 എണ്ണം ബോണ്ട് ചെയ്തു. ദാറ്റ് ഈസ് മിച്ചം 2. ദാറ്റ് ഈസ് 1 പെയർ. സെൻട്രൽ ആറ്റവുമായി 5 ആറ്റം ബോണ്ട് ചെയ്തു, 1 ലോൺ പെയർ. ജോമെട്രി എന്തായിരിക്കും? വളരെ സിമ്പിൾ. സ്ക്വയർ പിരമിഡൽ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ജോമെട്രി ഒക്ടാഹിഡ്രൽ ആണ്. പക്ഷെ ലോൺ പെയർ വരുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താണ്? ജോമെട്രി വരയ്ക്കാം. സെൻട്രൽ ആറ്റം ആരാണ്? ബ്രോമിൻ. 5 ഫ്ലൂറിനുമായിട്ട് കമ്പൈൻ ചെയ്തു, ഒരെണ്ണം എന്ത് വരും? ലോൺ പെയർ വരും. അപ്പൊ സ്ക്വയർ പിരമിഡൽ ആകുമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയും ടൈപ്പുകൾ ബേസിക്കലായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം. ഇതിൽ കൃത്യമായി പഠിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പുകൾ പഠിക്കുന്നതല്ല കാര്യം. AB2, AB3 ടൈപ്പോ AB3C ടൈപ്പോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, അതൊന്നും വിഷയമുള്ള കേസല്ല. നിങ്ങൾ പഠിക്കേണ്ടത് ഏത് കോമ്പൗണ്ട് ആയാലും ജോമെട്രി കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യണം? സെൻട്രൽ ആറ്റത്തിനെ ഐഡന്റിഫൈ ചെയ്യണം. ദെൻ അതിനകത്ത് ലോൺ പെയർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് ഔട്ടർ ഇലക്ട്രോൺ എടുക്കുക, എത്ര ആറ്റം കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ലോൺ പെയർ ഇല്ലെങ്കിൽ ബേസിക് ജോമെട്രിയിലേക്ക് പോയാൽ മതി. 5 എണ്ണം പഠിച്ചു വെച്ചേക്കണം കൃത്യമായിട്ട്, ബോണ്ടാങ് ഉൾപ്പെടെ. ഇനി ലോൺ പെയർ ഉണ്ടെങ്കിൽ നമ്മൾ ലോൺ പെയറിനെ കൂടെ ആഡ് ചെയ്ത് ബേസിക് ജോമെട്രി മനസ്സിലാക്കണം. ബേസിക് ജോമെട്രി മനസ്സിലാക്കിയിട്ട് എത്ര ലോൺ പെയർ ഉണ്ട്, ആ ലോൺ പെയർ എവിടെ കൊടുക്കും, അതാണ് ഇവിടുന്ന് മനസ്സിലാക്കുക. ഏത് പൊസിഷനിൽ കൊടുക്കണം, അത് വെച്ചിട്ട് ലോൺ പെയർ ഒഴിവാക്കി ജോമെട്രി പറയാൻ കഴിയും. ഇപ്പൊ ഓരോന്ന് മനസ്സിലാക്കുക. ആദ്യം മനസ്സിലാക്കേണ്ടത് AB2E ടൈപ്പ്, ബി ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ്. then AB2E ടൈപ്പ്, ബി ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പിന് ഓരോ എക്സാമ്പിളുകൾ ഇരിക്കട്ടെ. then AB3E ടൈപ്പ് പിരമിഡൽ, AB3E2 ടൈപ്പ് T ഷേപ്പ്, AB4E വളരെ പ്രധാനം സീസോ, AB4E2 സ്ക്വയർ പ്ലാനാർ, AB5E സ്ക്വയർ പിരമിഡൽ. അതിൽ ഏറ്റവും പ്രധാനം വാട്ടർ ആണ്. ഓർത്ത് വെച്ചേക്കണം. വാട്ടറിന്റെ ഷേപ്പ് ബി ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ് ആണ്. ബോണ്ട് ആംഗിൾ എത്രയാണ്? 104.5 ആണെന്ന് കൂടെ മനസ്സിലാക്കുക. അതുപോലെ അമോണിയ മനസ്സിലാക്കണം. അമോണിയയുടെ ഷേപ്പ് പിരമിഡൽ ആണ് അല്ലെങ്കിൽ ട്രൈഗണൽ പിരമിഡൽ ആണ്. ബോണ്ട് ആംഗിൾ 107 ഡിഗ്രി എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പഠിക്കുന്ന ജോമെട്രി ആണ് സീസോ. നമ്മൾ ഇതിങ്ങനെ കാണാതെ പഠിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. ഏത് മോളിക്യൂൾ തന്നാലും നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രക്ചർ അല്ലെങ്കിൽ ജോമെട്രി കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ബേസിക്കലായിട്ട് നമ്മൾ ബേസിക് ജോമെട്രീസ് മനസ്സിലാക്കി വെച്ചേക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെൻട്രൽ ആറ്റവുമായിട്ട് കമ്പയർ ചെയ്ത് ബാക്കി കണ്ടുപിടിക്കാൻ പറ്റും. സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് പഠിച്ചിട്ട് വളരെ സിമ്പിൾ ആണ് ജോമെട്രി കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. നിങ്ങൾ എവിടെ പഠിക്കാൻ പോയാലും എന്താണ്? കോംപ്ലക്സിന്റെ ജോമെട്രി കണ്ടുപിടിക്കുന്നത് വളരെ അനിവാര്യമായ ഫാക്ടറാണ്. സിമ്പിളായി പഠിക്കുക, ചെയ്ത് പഠിക്കുക. ഓക്കെ.